നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസാന ഭാഗമാണ്. നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഐസോതെർമലിൻ്റെ കേസിലുള്ള വർക്ക് ഇൻഡിക്കേഷൻ, അതേപോലെ അഡയബാറ്റിക്കിൻ്റെ കേസിലുള്ള വർക്ക് ഇൻഡിക്കേഷൻ. വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്, എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഐസോതെർമലിൻ്റെ കേസിൽ വർക്ക് ഇൻഡിക്കേഷൻ W=μRT ln V2 - ln V1 എന്ന ഇൻഡിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഐസോതെർമലിൻ്റെ കേസിൽ വർക്ക് ഇൻഡിക്കേഷൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇതൊരു സിസ്റ്റമാണ്. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഇതിൽ ഗ്യാസ് ഉണ്ട്. ഈ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കൂ. ഈ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാണ്, വികസിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് V1 എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഇനീഷ്യൽ വോളിയാണ്, V2 എന്ന് പറയുകയാണെങ്കിൽ ഫൈനൽ വോളിയാണ്. V1 ഇനീഷ്യൽ വോളിയം, V2 ഫൈനൽ വോളിയാണ്. അങ്ങനെ ഇനീഷ്യൽ വോളിയത്തിൽ നിന്ന് ഫൈനൽ വോളിയത്തിലേക്ക് എത്താനുള്ള വർക്കാണ് ഈ W=μRT ln V2 - ln V1. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഐസോതെർമലിൻ്റെ കേസാണ്, ഓർമ്മ വേണം. ഐസോതെർമലിൻ്റെ കേസിൽ വർക്ക് എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്, എപ്പോഴാണ് നെഗറ്റീവ് ആകുന്നത്. ഇതിന് ശേഷം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അഡയബാറ്റിക്കിൻ്റെ കേസിൽ വർക്ക് എപ്പോഴാണ് പോസിറ്റീവ്, എപ്പോഴാണ് നെഗറ്റീവ്. ഇതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യാം. ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയും വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം എന്ന് പറയും. ആദ്യമുള്ള വോളിയം V1 ആണ്, ഇത്രയും വോളിയം. പിസ്റ്റൺ മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി. അപ്പോൾ മൊത്തം വോളിയം V2 ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന കേസിൽ ഫൈനൽ വോളിയം ആണ് കൂടുതൽ, ഇനീഷ്യൽ വോളിയം കുറവാണ്. അപ്പോൾ നോക്കിയോ, V2ൻ്റെ വാല്യൂ വലുതാണ്, V1ൻ്റെ വാല്യൂ ചെറുതാണ്. നമ്മൾ വലുതെന്ന് ചെറുത് കുറച്ച് നമുക്ക് എന്താ കിട്ടുക, പോസിറ്റീവ് കിട്ടും. അപ്പം വർക്ക് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ സമയത്തുള്ള വർക്ക് പോസിറ്റീവാണ്. അല്ല, ഇങ്ങനെ പറയാം, സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റം ചെയ്യുന്ന വർക്കാണ്, അത് പോസിറ്റീവാണ്. എങ്ങനെയാണ് പോസിറ്റീവായത്? ഇനീഷ്യൽ വോളിയം V1 ആണ്, ഫൈനൽ വോളിയം V2 ആണ്. V1ഉം V2ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫൈനൽ വോളിയമായ V2 ആണ് കൂടുതൽ. അപ്പം വലിയ വാല്യൂ ഒന്ന് ചെറിയ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് കിട്ടും. അപ്പോൾ Wൻ്റെ വാല്യൂ പോസിറ്റീവ്, വർക്കിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, എക്സ്പാൻഷൻ സമയത്തുള്ള വർക്ക് എന്താണ്, പോസിറ്റീവാണ്. എക്സ്പാൻഷൻ എപ്പോഴാണ് സംഭവിക്കുക, സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം എന്താണ്, പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ വർക്കിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, W>0 എന്ന് പറയാം. 0നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. എന്നെ നോക്കിയോ, നമ്മൾ കംപ്രസ് ചെയ്യണം. ഞാൻ ഈ പിസ്റ്റൺ താഴോട്ടേക്ക് അമർത്താണ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാണ്. ഇനീഷ്യൽ വോളിയം V1 ആണ്, കംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, താഴോട്ടേക്ക് മൂവ് ചെയ്യുക, വോളിയം കുറയാണ് ചെയ്യുക. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. ഈ കേസിൽ നമ്മൾ V1ഉം V2 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് V1ൻ്റെ വാല്യൂ ആണ് കൂടുതൽ, V2ൻ്റെ വാല്യൂ കുറവാണ്. ഓക്കെ, സിസ്റ്റം കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ വോളിയം കുറവാണ്, ഇനീഷ്യൽ വോളിയം കൂടുതലാണ്. അല്ലേ, നേരത്തെ കുറേ വോളിയം ഉണ്ട്, കംപ്രസ് ചെയ്താൽ വോളിയം കുറയും എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം കുറവാണ്, ഇനീഷ്യൽ വോളിയം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ V2ൻ്റെ വാല്യൂ കുറവും V1ൻ്റെ വാല്യൂ കൂടുതലുമാണ്. ചെറിയ വാല്യൂ നമ്മൾ വലിയ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നെഗറ്റീവ് കിട്ടും. ഇപ്പോൾ വർക്ക് നെഗറ്റീവായിട്ട് മാറും, നെഗറ്റീവ് വർക്കായിട്ട് മാറും. അപ്പം വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നെഗറ്റീവായിട്ട് മാറും. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, കംപ്രഷൻ സമയത്തുള്ള വർക്ക് എന്താണ്, നെഗറ്റീവാണ്. കംപ്രഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് നോക്കുക, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നെഗറ്റീവാണ്. കാരണം കംപ്രഷനാണ്. കംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫൈനൽ വോളിയം കുറവാണ്, ഇനീഷ്യൽ വോളിയം കൂടുതലാണ്. ഓക്കെ, അപ്പം ചെറിയ വാല്യൂ ഒന്ന് വലിയ വാല്യൂ കുറയ്ക്കുകയാണ് എന്താ സംഭവിക്കുക, നെഗറ്റീവ് കിട്ടും. അങ്ങനെയാണ് കംപ്രഷൻ സമയത്ത് അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ഇതും കൂടിയും ഐസോതെർമലിൻ്റെ കേസിൽ വർക്കിൻ്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ വർക്ക് ഇൻഡിക്കേഷൻ പറഞ്ഞ പോലെ
അഡയാബാറ്റിക്കിൻ്റെ കേസിൽ നമ്മൾ വർക്ക് ഇൻഡിക്കേഷൻ പറയാൻ വേണ്ടി പോവാണ്. ഇവിടെ ഏതൊക്കെ സമയങ്ങളിലാണ് വർക്ക് പോസിറ്റീവായിട്ട് മാറുന്നത്, അതേപോലെ എപ്പോഴൊക്കെയാണ് വർക്ക് നെഗറ്റീവായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എക്സ്പാൻഷൻ പറയാൻ വേണ്ടി പോവാണ്. ഇവിടെ നോക്കിയോ, ഇത് സിസ്റ്റാണ്, ഇവിടെ ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. നമ്മൾ ആദ്യം എക്സ്പാൻഷൻ പറയാൻ വേണ്ടി പോവാണ്. അഡയാബാറ്റിക് എക്സ്പാൻഷൻ പറയാൻ വേണ്ടി പോവാണ്. എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് വോളിയം ഇൻക്രീസ് ചെയ്യാണ്, ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യാണ്. അതല്ലേ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം എക്സ്പാൻഷൻ സമയത്ത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റമാണ്. നമുക്ക് നേരത്തെ അറിയാം T1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചറാണ്, T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്പാൻഷൻ സമയത്ത് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക. എക്സ്പാൻഷന് മുന്നേ ഉള്ള ടെമ്പറേച്ചറിലെ T1, എക്സ്പാൻഷൻ ശേഷം ടെമ്പറേച്ചറാണ് T2. ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും, എക്സ്പാൻഷൻ കൊണ്ട് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുടക്കമുള്ള ടെമ്പറേച്ചറാണ്, ഇനീഷ്യൽ ടെമ്പറേച്ചറാണ് കൂടുതൽ, ഫൈനൽ ടെമ്പറേച്ചർ കുറവാണ്. നിങ്ങൾ ഇക്വേഷൻ നോക്കിയോ, T1 ആണ് വലുത്, T2 ആണ് ചെറുത്. നമ്മൾ വലിയ വാല്യൂ ഒന്ന് ചെറിയ വാല്യൂ കുറച്ച് നമുക്ക് എന്താ കിട്ടുക, പോസിറ്റീവ് കിട്ടും. അപ്പോൾ വർക്ക് പോസിറ്റീവായിട്ട് മാറും. നമ്മൾ നേരത്തെ ഐസോതെർമലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആകുന്ന സമയത്ത് പോസിറ്റീവ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ സമയത്തുള്ള വർക്ക് എന്താണ്, പോസിറ്റീവാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയും. ഇനി നമ്മൾ കംപ്രഷൻ പറയുകയാണ്. നമുക്കറിയാം കംപ്രഷൻ കൊണ്ട് എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. ഇനീഷ്യൽ എത്രയാണോ ടെമ്പറേച്ചർ ഉള്ളത് അതിനേക്കാൾ കൂടുതലായിരിക്കും കംപ്രസ് ചെയ്താൽ ടെമ്പറേച്ചർ ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ T2ൻ്റെ വാല്യൂ ആണ് കൂടുതൽ. കംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ വർക്ക് ഡൺ ഓൺ സിസ്റ്റമാണ്, നമ്മൾ പിടിച്ചമർത്തുകയാണ്. അപ്പം ഫൈനൽ ടെമ്പറേച്ചറാണ് കൂടുതൽ, ഇനീഷ്യൽ ടെമ്പറേച്ചർ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കിയോ, T2ൻ്റെ വാല്യൂ ആണ് കൂടുതൽ, കംപ്രസ് ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചറാണ് T2, അതിന് മുന്നേ ഉള്ളതാണ് T1. അപ്പോൾ T1 കുറവാണ്, T2 കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചർ നമ്മൾ വലിയ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ വർക്ക് നെഗറ്റീവായിട്ട് മാറും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൺ ദി സിസ്റ്റം ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്, അല്ല ഇങ്ങനെയും പറയാം, കംപ്രസ് ചെയ്യുന്ന സമയത്ത്, സിസ്റ്റം കംപ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് എന്താണ്, നെഗറ്റീവാണ്. ഇതും കൂടി അവിടെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിലെ മൂന്നാമത്തെ പ്രോസസ്സായ ഐസോകോറിക് പ്രോസസ്സ്. എന്താണ് ഐസോകോറിക് പ്രോസസ്സ്? ഒരു പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ഐസോകോറിക് പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാലോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു, അല്ലെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, കൊടുക്കുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗം ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, മറ്റേ ഭാഗം വർക്കാക്കി മാറ്റപ്പെടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ നിങ്ങൾ നോക്കിയോ, വർക്ക് ഇൻഡിക്കേഷൻ എന്താ, ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ഇതിൽ ഡെൽറ്റ വി എന്താ, വോളിയത്തിലുണ്ടാകുന്ന ചേഞ്ചാണ്, ചേഞ്ചിങ് വോളിയാണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യോ? വോളിയം കോൺസ്റ്റന്റ് ആയ പ്രോസസ് അല്ലേ ഐസോകോറിക് പ്രോസസ്, അതുകൊണ്ട് തന്നെ വോളിയം ചേഞ്ച് ചെയ്യല. അപ്പോൾ ഡെൽറ്റ വിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുക്കും. ഇപ്പോൾ P × 0 0 എന്ന് പറഞ്ഞാൽ വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി, ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് എന്താണ്, 0 ആണ്. ഇനിയോ വർക്ക് 0 ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് വർക്കിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ 0, അപ്പം ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമ്മളിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, പ്രോസസ് ഐസോകോറിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായിട്ടും ഇന്റേണൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ യു ആണ്. ഇതിന്റെ മീനിങ് എന്താ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായിട്ടും ഇന്റേണൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഐസോകോറിക് പ്രോസസ്സുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്.
അപ്പോൾ എന്താണ് ഐസോകോറിക് പ്രോസസ് ഓർത്ത് വെക്കുക? ഒരു പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്സ്. ഈ ഐസോകോറിക് പ്രോസസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെ കിട്ടും. നമുക്കറിയാം വർക്ക് ഇൻഡിക്കേഷൻ എന്താ? W = P ΔV. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വോളിയത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ΔV നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. അപ്പം വർക്കിന്റെ വാല്യൂ 0 വരും. അപ്പോൾ ΔQ = ΔU + 0 ഇതാ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ΔQ = ΔU എന്ന് പറഞ്ഞാൽ ഐസോകോറിക് പ്രോസസ്സിൽ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനായിട്ടും ഇന്റേണൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഈ കാര്യം അവിടെ പഠിച്ചു വെക്കുക. ഐസോകോറിക് പ്രോസസ്സിൽ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പഠിക്കണം. ഐസോകോറിക്കിന്റെ കേസിൽ PV ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ഡയഗ്രാം നിങ്ങൾ നോക്കിയോ. ഈ ഭാഗത്തേക്ക് പ്രഷറും ഈ ഭാഗത്തേക്ക് വോളിയം എടുത്ത് അപ്പം ഞാൻ ഇൻഡിക്കേറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് അല്ലേ ഐസോകോറിക് പ്രോസസ്സിൽ? അപ്പം എന്താ ചെയ്യുക? ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരച്ച അർത്ഥം എന്താ? വോളിയം കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൽ PV ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പം വോളിയം കോൺസ്റ്റന്റ് ആയ പ്രോസസ് ആണല്ലോ ഐസോകോറിക് പ്രോസസ്സ്. ഇതും കൂടി ഇതിൽ ചേർത്ത് വെച്ച് പഠിക്കാം. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിലെ അവസാന പ്രോസസ്സായ ഐസോബാറിക് പ്രോസസ്സ്. പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്സ്. ഒരു പ്രോസസ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രഷർ കോൺസ്റ്റന്റ് ആയി നിൽക്കുകയാണെങ്കിൽ അത്തരം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്സ്. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനിലേക്കും ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നോക്കിയോ, ΔQ = ΔU + ΔW അല്ലെങ്കിൽ സിമ്പിളായിട്ട് W. കൊടുക്കുന്ന ഹീറ്റിന്റെ ഒരു ഭാഗം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, മറ്റേ ഭാഗം വർക്കാക്കി മാറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐസോബാറിക്കിൽ ഇതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഐസോബാറിക് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, മറ്റേ ഭാഗം എന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, ഇതേ ഇക്വേഷൻ ഫുൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഐസോബാറിക് പ്രോസസ്സിൽ. ഓക്കെ, ഒരു കാര്യം കൂടി ഇതിൽ പഠിച്ചു വെക്കേണ്ടത്, നമുക്കറിയാലോ വർക്ക് ഇൻഡിക്കേഷൻ എന്താ? W = ഓക്കെ P ΔV എന്നാണ്. P ΔV എന്നാണ്. നമുക്കറിയാലോ ΔV എന്താ സാധനം? ചേഞ്ചിങ് വോളിയം ആണല്ലോ. വോളിയത്തിലുണ്ടാകുന്ന ചേഞ്ച്. നമ്മൾ പൊതുവെ ചേഞ്ച് പറയുമ്പോൾ ഫൈനൽ വാല്യൂ ഒന്ന് ഇനീഷ്യൽ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ആയതുകൊണ്ട് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയതാം. W = P ΔV അല്ലേ? നമുക്കറിയാം ഫൈനൽ വോളിയം V2 ആണ്. അപ്പോൾ V2 - V1 എന്ന് എഴുതാം. ഞാൻ ഐസോബാറിക് പ്രോസസ്സിന്റെ വർക്ക് ഇൻഡിക്കേഷൻ ജസ്റ്റ് എഴുതി വെക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാണ്, P ഉള്ളിലേക്ക് ഗുണിക്കുകയാണ്. W = PV2 - PV1. ഞാൻ അവിടെ ഇവിടെ ഒക്കെ P ആണ് എഴുതുന്നത്. എന്തുകൊണ്ടാ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. P1 P2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം ഐസോബാറിക് ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇവിടെയും ഇവിടെ ഒക്കെ എന്താ വരിക? P തന്നെയാണ് വരിക. അപ്പോൾ ഇക്വേഷൻ പൊതുവെ പഠിച്ചിട്ടുണ്ട്. PV = μRT എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇവിടെ നമ്മളൊന്ന് മാറ്റിയതാണെങ്കിൽ നോക്കിയേ, PV1 = μRT1 എന്ന് എഴുതാം. അതേപോലെ PV2 = μRT2 എന്ന് എഴുതാം. അപ്പം ഈ കേസിൽ PV2 പകരം μRT2 എന്നും PV1 പകരം μRT1 കൊടുക്കുക. അപ്പോൾ W = μRT2 ഇതിന് പകരം μRT2 ആണ്, മൈനസ് PV1 μRT1. ഓക്കെ, ഇവിടെ μR കോമൺ അല്ലേ, പുറത്തേക്ക് എടുത്ത്. അപ്പോൾ ലാസ്റ്റ് W = μR × T2 - T1. ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കി വെക്കാം. ഇതും കൂടി നമ്മൾ ഐസോബാറിക് പ്രോസസ്സിൽ പഠിച്ചാണ് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് ഐസോബാറിക്കിന്റെ കേസിൽ ഇൻഡിക്കേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ PV ഡയഗ്രാം.
ഈ ഭാഗത്ത് പ്രഷർ, ഈ ഭാഗത്ത് വോളിയം. ഇങ്ങനെ വരയ്ക്കും. ശരിയല്ലേ? ഇതിൻ്റെ മീനിങ് എന്താ? പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്താണ് നമ്മൾ ആ പ്രോസസ്സിനെ ഐസോബാറിക് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഐസോബാറിക്കിൻ്റെ ഇൻഡിക്കേറ്റ് ഡയഗ്രം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെടുത്തിയ അവസാന ഭാഗം പറയാൻ വേണ്ടി പോവാണ്. ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ? നമ്മൾ പൊതുവെ വാഹനങ്ങളിലും മറ്റുമായി കാണപ്പെടുന്ന എഞ്ചിനൊക്കെ എന്താണ്? ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ വർക്കായി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റിനെ മെക്കാനിക്കൽ വർക്കായി അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ വർക്കായി കൺവേർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഹീറ്റ് എഞ്ചിൻ. ഒരു കാര്യം നിങ്ങൾ ആദ്യം ഓർത്തു വെക്കേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്, ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ വർക്കായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. നമ്മുടെ വാഹനങ്ങളിൽ ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും നമുക്ക് ഹീറ്റ് എഞ്ചിൻ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കും. ആ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഹീറ്റ് കൊണ്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ആ വർക്ക് കൊണ്ട് വണ്ടി മൂവ് ചെയ്യും. അങ്ങനെ ഹീറ്റിനെ വർക്കായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് സോഴ്സ് ആണ്. സോഴ്സ്. രണ്ടാമത്തത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ്. മൂന്നാമത്തത് സിങ്ക് ആണ്. ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് സോഴ്സ് ആണ്, മറ്റത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്, അടുത്തത് സിങ്ക് ആണ്. ഇതിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറെയും പേരുണ്ട്. ഹോട്ട് റിസർവോയർ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഹോട്ട് ബോഡി എന്ന് പറയും. ടെമ്പറേച്ചർ കൂടിയൊരു ഭാഗം. സിങ്ക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ കോൾഡ് ബോഡി എന്നും പറയും, അല്ലെങ്കിൽ കോൾഡ് റിസർവോയർ എന്നും പറയും. അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഭാഗമാണുള്ളത്. ഒന്ന് സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക്. ഈ സോഴ്സിന്റെ വേറൊരു പേരാണ് ഹോട്ട് റിസർവോയർ അല്ലെങ്കിൽ ഹോട്ട് ബോഡി എന്ന് വേണേൽ പറയാം. വേറൊരു ഭാഗമാണ് സിങ്ക്. ഇതിന്റെ വേറൊരു പേരെന്താ? കോൾഡ് റിസർവോയർ അല്ലെങ്കിൽ കോൾഡ് ബോഡി. ഈ സോഴ്സിന്റെയും സിങ്കിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ഉദാഹരണം, ഇപ്പൊ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ സ്റ്റീമാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഓരോ ഹീറ്റ് എഞ്ചിന്റെ കേസിലും ഓരോ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിരിക്കും. വേറൊരു കാര്യം കൂടി ഇതിൽ ഓർത്ത് വെക്കേണ്ടത്, ഈ സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആണ്, സിങ്കിന്റെ ടെമ്പറേച്ചർ T2 ആണ്. ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് T1, ടെമ്പറേച്ചർ ഓഫ് സിങ്ക് T2. ഞാൻ ഹീറ്റ് എഞ്ചിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കാം. നോക്കിയോ, ഇതാണ് സോഴ്സ്, ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇതാണ് സിങ്ക്. നിങ്ങൾ ഈ കാണുന്ന ഹീറ്റ് എഞ്ചിന്റെ പ്രവർത്തനം വളരെ സിമ്പിളായ കാര്യമാണ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർവ് ചെയ്യും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ് T1, ഇവിടെ ലോ ടെമ്പറേച്ചർ T2 ആണ്. ഓക്കെ, അപ്പം ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്ന് T1 ടെമ്പറേച്ചറുള്ള ഈ സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും? അബ്സോർവ് ചെയ്യും. ഈ അബ്സോർവ് ചെയ്യപ്പെട്ട Q1 എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. എക്സ്റ്റേണൽ വർക്ക് ചെയ്യും. ബാക്കി വരുന്ന ഭാഗം സിങ്കിലേക്ക് എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും, സിങ്കിലേക്ക് കൊടുക്കും. ആ കൊടുക്കുന്ന ഹീറ്റാണ് Q2. കാരണം പറഞ്ഞാൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് 100 ജൂൾ ഹീറ്റ് അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ ഒരു 80 ജൂൾ കൊണ്ട് വർക്ക് ചെയ്യും. ബാക്കി 20 ജൂൾ എന്ത് ചെയ്യും? സിങ്കിലേക്ക് കൊടുക്കും. ഞാനീ പറഞ്ഞ ഉദാഹരണം മാത്രമാണ് അത്. 100 ജൂളാണല്ലോ സോഴ്സ് അബ്സോർവ് ചെയ്യപ്പെട്ടത്, അപ്പോൾ Q1 100 ജൂളാണ്. 80 ജൂൾ കൊണ്ടാണല്ലോ വർക്ക് ചെയ്തത്, ബാക്കി എത്ര ഉണ്ട്? 20. അപ്പോൾ Q2 എത്ര വരിക? 20. അപ്പോൾ സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ് Q2. ആ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ Q1 = W + Q2 എന്ന് പറയാം. Q1ന്റെ ഒരു ഭാഗം കൊണ്ട് വർക്ക് ചെയ്യും, മറ്റേ ഭാഗം സിങ്കിലേക്ക് കൊടുക്കും. അപ്പം Q1 = W + Q2. അല്ലെ വേണേ പറയാം
ഈ Q2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ Q1 മൈനസ് Q2 ഈക്വൽ W. Q1 മൈനസ് Q2 ഈക്വൽ ടു W. ഒരു വർക്കിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ കിട്ടി. ഈ Q2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ Q1 മൈനസ് Q2 ഈക്വൽ ടു W എന്ന് കിട്ടി. ഇതവിടെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഹീറ്റ് എഞ്ചിനുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോവാണ്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. എഫിഷ്യൻസി നമ്മൾ എഫിഷ്യൻസിയെ ഈറ്റ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100 ആണ്. പേഴ്സൻറ്റേജിൽ പറയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു 100 എന്ന് കൊടുക്കും. അപ്പോൾ എഫിഷ്യൻസി പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. നമുക്ക് എന്താണോ ഔട്ട്പുട്ട് ലഭിക്കേണ്ടത് അത് ബൈ നമ്മൾ ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി എന്താണോ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് അതാണ് താഴുന്നത്. ഇപ്പോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ പൊതുവെ പേഴ്സൻറ്റേജിൽ പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ 100 കൊണ്ട് ഗുണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എഫിഷ്യൻസി പേഴ്സൻറ്റേജ് കിട്ടും. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് ശരിക്കും എഫിഷ്യൻസി. അപ്പം കൃത്യമായി ഓർത്ത് വെക്കേണ്ടത് എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് ലഭിക്കേണ്ടത് അത് ബൈ ആ ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ്. ഓക്കെ, നമ്മൾ കുറേ ഇൻപുട്ട് കൊടുത്തു, പക്ഷേ കുറച്ച് മാത്രമേ ഔട്ട്പുട്ട് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി കുറവാണ്. പൊതുവേ എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അത് പേഴ്സൻറ്റേജിൽ പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. നമ്മൾ ഈ പറയുന്ന കേസിൽ ആരാണ്, ഹീറ്റ് എഞ്ചിനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഈ എഞ്ചിൻ്റെ വർക്ക് ചെയ്യലല്ലേ. നമ്മൾ ഈ എഞ്ചിൻ്റെ ഉപയോഗം എന്താ, വർക്ക് ചെയ്യിക്കലാണ്. അപ്പോൾ വർക്കാണ് എന്തെന്ന് ഔട്ട്പുട്ടായിട്ട് വരിക. നമ്മൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എന്താണ്, ഹീറ്റ് അല്ലേ. അപ്പം ഈ കേസിൽ ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഹീറ്റാണ്, സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഹീറ്റാണ്, Q1 ആണ്. ഔട്ട്പുട്ട് എന്താ വരുന്നത്, വർക്കാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈറ്റ ഈക്വൽ ടു വർക്ക്, എഞ്ചിൻ്റെ ഔട്ട്പുട്ട് വർക്കാണ്, നമുക്ക് വർക്ക് ചെയ്യാണ് വേണ്ടത്, വർക്ക് ബൈ എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. അപ്പം ബൈ Q1 ഓക്കെ ഇൻറ്റു 100 വേണമെങ്കിൽ ചെയ്യാം. ഇത് മാത്രം മതി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇൻറ്റു 100 എന്ന് കൊടുക്കാം. നമ്മൾ പേഴ്സൻറ്റേജിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യാം. ഈറ്റ ഈക്വൽ ടു W. W എന്താണ്, Q1 മൈനസ് Q2. അപ്പോൾ Q1 മൈനസ് Q2 ബൈ Q1 ഇൻറ്റു 100. നമ്മൾ പൊതുവേ എഫിഷ്യൻസി പേഴ്സൻറ്റേജിലാണ് പറയുക, അതുകൊണ്ട് നമ്മൾ 100 ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് ഈറ്റ ഈക്വൽ ടു Q1 ബൈ Q1 ബൈ Q1 മൈനസ് Q2 ബൈ Q1. ഞാൻ Q1 ഡിവൈഡ് ചെയ്യാണ് രണ്ട് ഭാഗത്തും, ഇൻറ്റു 100 എന്ന് കിട്ടി. അപ്പം ലാസ്റ്റ് എഫിഷ്യൻസി വരെ ഇങ്ങനെയാണ്, ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 ഇൻറ്റു 100. ഓക്കെ, അല്ല നമുക്ക് ഇങ്ങനെയും പറയാം. നമ്മൾ പേഴ്സൻറ്റേജിൽ പറയുന്നില്ലെങ്കിൽ എന്ത് പറയാം, ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഓക്കെ, ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എഫിഷ്യൻസി എല്ലായ്പ്പോഴും 1ൽ കുറവായിരിക്കും. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എല്ലായ്പ്പോഴും 1ൽ കുറവായിരിക്കും, അല്ലെങ്കിൽ 100% കുറവായിരിക്കും. എന്താ അതിൻ്റെ കാരണം? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഓൾവേസ് ലെസ് ദാൻ 1 ഓർ ലെസ് ദാൻ 100%. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എഫിഷ്യൻസിയുടെ വാല്യൂ 100% ലഭിക്കണമെങ്കിൽ Q2ൻ്റെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. Q2ൻ്റെ വാല്യൂ 0 ആയിരിക്കണം. Q2 ഈക്വൽ ടു 0 എപ്പോഴാണ് പറയുക, സിംഗിലേക്ക് ഹീറ്റ് കൊടുക്കാതിരിക്കുന്ന സമയത്താണ് നമ്മൾ Q2 ഈക്വൽ ടു 0 പറയുന്നത്. അപ്പോൾ Q2 ഈക്വൽ ടു 0 എന്ന അർത്ഥം എന്താ, സിംഗിലെ ഹീറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വരും, ഈറ്റ ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. Q2 0 അല്ലേ വരിക, സിംഗിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ Q2ൻ്റെ വാല്യൂ 0 ആണ് വരിക. അപ്പോൾ 0 ബൈ Q1 എന്ന് പറഞ്ഞാൽ 0. Q2 ബൈ Q1, Q2 0 ആകുന്ന സമയത്ത് ഈ ടേമില്ല. അപ്പം ഈറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും.
ഇനി പെർസെൻറ്റേജ് പറയുകയാണെങ്കിലോ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100%. 1 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100% എന്ന് കിട്ടും. എപ്പോൾ ഇത് കിട്ടുക? Q2ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ. പക്ഷെ ഒരിക്കലും അത് സംഭവിക്കില്ല. ഒരിക്കലും Q2ൻ്റെ വാല്യൂ 0 ആകില്ല. അങ്ങനെ 0 ആയാൽ എന്താണ്? 100% ആണ്. പക്ഷെ നിങ്ങൾ നോക്കിയോ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്ത് വർക്ക് ചെയ്ത് ബാക്കി എവിടെ കൊടുക്കും? സിങ്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, Q2ൻ്റെ വാല്യൂ 0 ആകുന്നില്ല. Q2 നോട്ട് ഈക്വൽ ടു 0 ആണ്. Q2 0 ആകാത്തതിനാൽ ഇതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പം നിങ്ങൾ നോക്കിക്കോ, ഈറ്റ ഈക്വൽ ടു 1 മൈനസ് ഇവിടെ വാല്യൂ ഉണ്ടല്ലോ, ഒന്നിൽ കുറയാണ് ചെയ്യുക. ആ പീറ്റൻ്റെ വാല്യൂ ഒന്ന് കുറയും എന്ന് പറഞ്ഞാൽ 100% കുറവായിരിക്കും വരിക. അപ്പോൾ Q2ന് വാല്യൂ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടേമിന് വാല്യൂ വരും. ഈ ടേമിന് വാല്യൂ വന്നു കഴിഞ്ഞാൽ മൊത്തം വാല്യൂ ഒന്നിൽ കുറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഫിഷ്യൻസി ഓൾവേസ് ലെസ് ദാൻ 1. അത് പെർസെൻറ്റേജ് പറയുമ്പോൾ 100% കുറവായിരിക്കും. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഓൾവേസ് 1 അല്ലെങ്കിൽ ഓൾവേസ് 100%. വൈ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉത്തരം എന്താണ്? Q2ൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0. ഒരിക്കലും Q2ൻ്റെ വാല്യൂ എന്താകുന്നില്ല? 0 ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും എഫിഷ്യൻസിൻ്റെ വാല്യൂ ഒന്നിൽ കുറയാൻ കാരണം. അപ്പം നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അതുകൊണ്ട് ഈ 4 വീഡിയോ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നോട്ട് എഴുതി പഠിക്കുക. താങ്ക്സ്.